പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ചിലപ്പോൾ എന്നെ ഒരു ഭ്രാന്തനായി മുദ്രകുത്തും. പക്ഷെ ഇന്നും രാത്രിയിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആ ചിരി എൻ്റെ കാതുകളിൽ മുഴങ്ങാറുണ്ട്. 2 വർഷം മുമ്പാണ്. അന്ന് ഞാൻ മലപ്പുറത്ത് നിന്ന് പാലക്കാടേക്ക് രാത്രി ട്രിപ്പ് പോവുകയായിരുന്നു. നല്ല മഴയുള്ള രാത്രി. KSRTCയുടെ ആ പഴയ ബസ് ആനവണ്ടി മുരൾച്ചിലോടെ റോഡിലൂടെ കുതിക്കുകയാണ്. തുടക്കത്തിൽ ബസ്സിൽ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. പക്ഷെ പാലക്കാട് ജില്ലയുടെ അതിർത്തി എത്തുന്നതിന് മുമ്പ് ഓരോരുത്തരായി ഇറങ്ങി. പാലക്കാട് ചുരത്തിക്ക് അടുത്തുള്ള വനമേഖലയിലെത്തിയപ്പോൾ ബസ്സിൽ ഞാനും എൻ്റെ കണ്ടക്ടർ സുകുമാരനും മാത്രം. സുകുമാരൻ പിന്നിലെ സീറ്റിൽ തലചായ്ച്ച് ഉറക്കത്തിലേക്ക് വീണിരുന്നു. ചുറ്റും ഘോര വനമാണ്. റോഡിൽ വെളിച്ചമില്ല. എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം മാത്രം ആ മൂടൽ മഞ്ഞിനെ കീറി മുറിച്ച് മുന്നോട്ട് പോകുന്നു. റേഡിയോയിലൊരു പഴയ പാട്ട് പതുക്കെ കേൾക്കാം. വണ്ടി ഒരു വളവ് തിരിഞ്ഞപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. ബസ്സിനുള്ളിൽ പെട്ടെന്ന് തണുപ്പ് കൂടി, ഐസ് കട്ടയ്ക്കുള്ളിൽ ഇരിക്കുന്നത് പോലെ. പിന്നിൽ നിന്ന് ആരോ എന്നെ നോക്കുന്നുണ്ടെന്നൊരു തോന്നൽ. ഞാൻ പതുക്കെ ഡ്രൈവർ സീറ്റിന് മുകളിലുള്ള ലോങ് മിററിലേക്ക് നോക്കി. എൻ്റെ ശ്വാസം നിലച്ചുപോയി. ഏറ്റവും പിന്നിലെ സീറ്റിൽ ഇരുട്ടിൻ്റെ മറവിൽ ഒരാൾ ഇരിക്കുന്നു. കറുത്ത പുതപ്പുകൊണ്ട് ശരീരം മുഴുവൻ മൂടിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് വണ്ടിയെടുത്തപ്പോൾ അങ്ങനെ ഒരാൾ കയറിയത് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വണ്ടി പതുക്കെ ഒന്നുകൂടി വേഗത കൂട്ടി. പേടി മാറ്റാൻ സുകുമാരനെ വിളിക്കാൻ നോക്കി. പക്ഷെ എൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഞാൻ വീണ്ടും ആ കണ്ണാടിയിലേക്ക് നോക്കി. ആ രൂപം ഇപ്പോൾ പിന്നിലെ സീറ്റിലല്ല. അത് ഓരോ സീറ്റായി മുന്നോട്ട് നീങ്ങുകയാണ്.